ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10ാം ക്ലാസ്സുകാരുടെ മാത്സ് ആണ് എടുക്കുന്നത്. മാത്സ് ചാപ്റ്റർ 5 ട്രിഗ്നോമെട്രി, ത്രികോണമിതിയാണ് നമ്മൾ എടുത്തത്. അതിലെ നമ്മളിവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 4th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. 4th ക്വസ്റ്റ്യന്റെ പടമാണ് ഇവിടെ വരച്ചിട്ടിരിക്കുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ passing through the end of the line 5 centimeter long, and the angle on the circle on one side of the line should be 80 degree. What should be the radius of the circle? ഇനി നോക്കാം മലയാള മീഡിയത്തിന്റെ ചോദ്യം. 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോൺ 80 ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിന്റെ ആരം എത്രയായിരിക്കുമെന്ന്. വാട്ട് ഷുഡ് ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ്. നോക്കാം, ഇതാണ് നമ്മുടെ ചോദ്യം. ചോദ്യം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് മാറിപ്പോയി. 4ാമത്തെ അല്ല. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഫിഗർ ഷോസ്, ഇതാണ് പടം. ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് എ സർക്കിൾ ആണ്. കമ്പ്യൂട്ട് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. ഇത്രയും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ ഡയമീറ്റർ നമ്മളോട് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഡയമീറ്റർ ആണ് കാണേണ്ടത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2r ആണ് നമുക്ക് കാണേണ്ടത്. 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേരത്തെ വായിച്ച 4ാമത്തെ ക്വസ്റ്റ്യൻ ആയി തെറ്റിപ്പോയത് ക്വസ്റ്റ്യൻ. ചിത്രത്തിലെ ത്രികോണവും അതിന്റെ പരിവൃത്തവും വരച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ വ്യാസം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് 2r കണ്ടുപിടിക്കണം. ഇനി എന്താണ് നമുക്ക് ഇവിടെ 70, 50, 60. അതുകൊണ്ട് നമുക്ക് 3 സൈനിന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. നമുക്കിവിടെ ടെക്സ്റ്റിൽ നിന്ന് ബാക്കിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഇതിന്റെ തന്നിരിക്കുന്നത് ഈ BC തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കണ്ടുപിടിച്ചൂടെ. നമ്മുടെ കയ്യിൽ ഫോർമുല എന്താണ്? 2r ഇൻറ്റു സൈൻ C ഡിഗ്രി ബൈ 2 ആണ്. എത്ര സെന്റിമീറ്റർ? ഈ 4 സെന്റിമീറ്റർ. തന്നിരിക്കുന്ന ഒരു വശത്തിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 2r കണ്ടുപിടിക്കണം. അപ്പൊ 2r ഇൻറ്റു സൈൻ C ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ C ബൈ 2 എത്രയാണ്? 70 ആണ് അല്ലെ. അപ്പോ 2r ഇൻറ്റു സൈൻ C, സെന്റർ ആംഗിൾ ഇവിടെയാണ് വരുന്നത്. ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 70 ഡിഗ്രി ആണ്. സോറി, സൈൻ 70 ഡിഗ്രി കേട്ടോ. സൈൻ 70 ഡിഗ്രി ഇസിക്കൽ ടു ആണ് 4. അപ്പൊ ഇവിടെ നമുക്ക് 70 ഡിഗ്രി എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 0.93 ആണ്. അപ്പൊ ഇതിനൊന്നുകൂടി എന്ത് ചെയ്യാം? എന്താണ്? 2r ഇസിക്കൽ ടു എത്രയാണ് വരുന്നത്? ഈ സൈൻ 70 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെ. സൈൻ 70 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താണ്? ഇവിടെ 4 ഉണ്ട്. ഡിവൈഡഡ് ബൈ സൈൻ 70 0.9397 ആണ്. 4/0.9397 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.256 ആണ്. കിട്ടിയോ? ഇതിനെ ഡിവിഷൻ ചെയ്ത് നോക്കണം നിങ്ങൾ. 2r ആണ് ചോദിച്ചിരിക്കുന്നത്. 2r എന്ന് പറഞ്ഞാൽ 0.9397 ഡിവൈഡ് ചെയ്തു. സൈൻ 70 തന്നിട്ടുണ്ട്. അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ആദ്യം ഡെസിമൽ കളയാം. ഡെസിമൽ കളയാനായിട്ട് ഇവിടെ 4 0 അല്ലെ. 4 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് മുകളിൽ എന്ത് ചെയ്താൽ മതി? 4 0 ഇടാം. ഡിവൈഡഡ് ബൈ 9397 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 4.256. അതിനെ നമുക്ക് ശരിയാക്കാം കേട്ടോ. 4.256 ശരിയാക്കുമ്പോ ഡെസിമൽ ശരിയാക്കിയാൽ എത്ര കിട്ടി? 4. ഇത് 2 ഡെസിമലിന് ശരിയാക്കണമെങ്കിൽ 3ാമത്തെ ഡെസിമൽ നോക്കാം. 6 ആണ് അല്ലെ. 5നേക്കാൾ കൂടുതലാണ്. അപ്പൊ ഇപ്പഴത്തേക്ക് 1 കൊടുത്തു. അപ്പൊ 2.5 എന്നുള്ളത് എന്തായിരിക്കും? 1 കൊടുക്കണം. 6. അപ്പൊ നമുക്ക് കിട്ടി 2r എത്രയാണെന്ന് കിട്ടി. 2r ഈക്വൽ ടു എത്രയാണ്? 4.26 കിട്ടിയേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ കമ്പ്യൂട്ട് ദ ഡയമീറ്റർ. എല്ലാവർക്കും ചോദ്യം കിട്ടിയില്ലേ? കമ്പ്യൂട്ട് ദ ഡയമീറ്റർ. ചോദ്യം 2r ആണ്. ഡയമീറ്റർ വ്യാസം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ആരമാണ് ചോദിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? r ഈക്വൽ ടു വരുമ്പോ ഇതിനെ ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെ. 4.26 ബൈ 2 ചെയ്യണം. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടില്ല. ഇവിടെ ഇത്രയേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് 2r കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി. ഇനി അതിൽ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നോക്കാം എന്താണ്. എളുപ്പമാണ് കേട്ടോ. ഇനി ഇതൊക്കെ നമ്മളിപ്പോ ഇത് കണ്ടുപിടിച്ചു അല്ലെ. ഒരേ ഫോർമുല തന്നെ
എല്ലാത്തിലും ഉപയോഗിക്കുന്നത്. 2r into sin c by 2 is equal to ആണ് നമ്മൾ ഈ 4 സെന്റിമീറ്റർ. അങ്ങനെ അതിൽ നിന്ന് നമുക്ക് റേഡിയസ് കിട്ടി. പക്ഷെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്. മറ്റ് 2 സൈഡുകളും നമുക്ക് കാണണം. അപ്പോ ഏതാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്? AC കണ്ടുപിടിക്കണമെങ്കിൽ നോക്കാം 50-നെതിരെയുള്ള വശം. ഇവിടെ 70-നെതിരെയുള്ള വശം 4 ചെയ്തു അല്ലെ. അപ്പൊ നമ്മൾ ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ പോകുന്നത് BC നമുക്ക് തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. അടുത്തത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് AC ആണ്. AC എങ്ങനെ കണ്ടുപിടിക്കാം? ACയുടെ ഫോർമുല എഴുത്. 2r into സൈൻ എത്ര വരാം? ഈ വശമാണെങ്കിൽ അതിന് നേരെ ഇവിടെ 4 വന്നപ്പോ അതിന്റെ ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾ ആണ് sin c by 2. കാരണം കേന്ദ്രകോൺ ഇതിന്റെ ഇരട്ടി ആയിരിക്കും അല്ലെ. ഇവിടെയുള്ളതിന്റെ പകുതിയാണ് ഇത്. അപ്പൊ ഇത് 70 ഡിഗ്രിയാണ്. ഇവിടെ 50 ഈ വശത്തിന്റെ sin c by 2 എത്ര കിട്ടുന്നത്? sin 50 കേട്ടോ. sin 50 ഡിഗ്രി by 4 ആണ്. സോറി by 2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ by 2 ആണ് sin 50 അല്ലെ. സെന്റർ ആംഗിളിന്റെ പകുതിയാണ് ഇത്. അപ്പൊ പിന്നെ by 2 ചെയ്യേണ്ട. 2r into sin 50. അതിന് 2r നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിച്ചു. തന്നതല്ല, നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 2r എത്രയാണ്. അപ്പൊ ഈ AC എന്ന് പറയുന്ന നീളം കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? AC is equal to 4.26 അല്ലെ. 2r എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4.26. അതിനെ ഇൻറ്റു എത്ര കൊണ്ടാണ്? sin 50. sin 50 എന്ന് പറഞ്ഞാൽ 0.7660 ആണ്. sin 50ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ വാല്യൂ എടുത്ത് എഴുതാം. അതിന് 2r കൊണ്ട്. അതൊന്നും പറഞ്ഞാൽ ഇവിടെ r കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ചോദ്യത്തിൽ അവർ ചോദിച്ചിട്ട് ഡയമീറ്റർ ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് എല്ലാ ഇക്വേഷനിലും ഡയമീറ്റർ തന്നെയാണ് 2r ആണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോ ഇവിടെ 2r എന്ന് പറഞ്ഞാൽ 4.26 into 0.7660 ആണ്. അതിനെ ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 3.26 ആണ് സെന്റിമീറ്റർ. അപ്പൊ BC നമുക്ക് കിട്ടിയ എത്രയാണെന്ന്? 3.26 കിട്ടിയില്ലേ? 3.26 കിട്ടി. ഇനി അടുത്തത് ഈ ഒരു വശം കൂടി കാണും. 3 വശം കാണാൻ നമുക്ക് എളുപ്പമാണ്. 6 കിട്ടിക്കഴിഞ്ഞാൽ ആരം റേഡിയസ് കിട്ടിയാൽ നമുക്ക് എല്ലാം ഈ ഫോർമുല വെച്ച് ഏത് ഞാണിന്റെ നീളം. ഇതൊരു ഞാണാണ്. ഈ സർക്കിളിന്റെ ഒരു ഞാണല്ലേ. ഈ സർക്കിളിന്റെ ഒരു കോഡാണിത്. ഇതും ഈ സർക്കിളിന്റെ കോഡാണ്. ഇത് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ഈ സർക്കിളിന്റെ കോഡ് AB കണ്ടുപിടിക്കുകയാണ്. AB കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. AB കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2r AB എന്ന് പറയുമ്പോൾ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കി എത്രയാണ്? 60 ആണ്. 60ന്റെ സൈൻ എത്രയാണ്? √3/2. അതല്ലെങ്കിൽ ഡെസിമൽ ഫോം ആണ് അവർ തന്നെങ്കിൽ ഡെസിമൽ ഫോം വെച്ച് ചെയ്യാട്ടോ. നമുക്കൊന്നും തന്നിട്ടില്ലെങ്കിൽ 60ന്റെ നമുക്ക് അറിയാം. അതുകൊണ്ടാണ് √3/2. അത് ഡെസിമൽ ഫോം ഉണ്ട് ഇതില്. ടെക്സ്റ്റിൽ നമുക്ക് ഡെസിമൽ ഫോം തന്നിട്ടുണ്ട്. ആ ബാക്കിൽ നമുക്ക് കൊടുത്തിട്ടില്ലേ? അതിൽ സൈൻ 60ന്റെ ഡെസിമൽ ഫോം തന്നിട്ടുണ്ട്. ഇത് നമ്മളിവിടെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് √3/2 നമ്മൾ ബൈഹാർട്ട് ചെയ്തേക്കുന്നതാണ്. നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ AB is equal to 2r into സൈൻ എത്രയാണ്? 60. സൈൻ c by 2 എന്ന് പറയുന്നതാണ് 60 അല്ലെ. ഇതിന്റെ കേന്ദ്രകോൺ 120 ആയിരിക്കും. അതിന്റെ പകുതിയിലെ 60. അപ്പോ 60 കിട്ടി. ഇനി ഇത് നമ്മൾ കണ്ടുപിടിക്കണം. AB കാണാൻ 2r നമുക്ക് അറിയാം എത്രയാണെന്ന്? 4.26 into സൈൻ 60 എത്രയാണ്? √3/2 ആണ്. അപ്പോ 4.26 ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ വെട്ടിക്കളയാം അല്ലെ. ഇവിടെ വെട്ടിക്കളഞ്ഞാൽ കാരണം എന്താണ്? 4.26നെ ഡിവിഷൻ ചെയ്തിട്ട് √3ന്റെ വില ഇട്ട് കൊടുക്കുക. √3ന്റെ വില എത്രയാണ്? 1.732 ഇൻറ്റു ചെയ്യാം. നമുക്ക് എത്ര കിട്ടുന്നത്? ഉത്തരം ഇവിടെ 3.69 സെന്റിമീറ്റർ. അപ്പൊ ഈ വശം കിട്ടി നമുക്ക് 3.69 ശരിയോ? മനസ്സിലായില്ലേ? അപ്പൊ 3 വശവും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒരു സൈഡ് വന്നു, അതിൽ നിന്ന് റേഡിയസ് കണ്ടു. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ് ചോദിച്ചത്. അതുകൊണ്ട് 2r കണ്ടു. 2r കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര സൈഡ് വേണമെങ്കിലും കാണാം. ഇവിടെ 2 സൈഡ് കാണാൻ പറഞ്ഞു. അല്ലെങ്കിൽ നമുക്കിപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടാൽ മതി. ഇവിടെ 2ഉം പറഞ്ഞതുകൊണ്ട് നമ്മൾ 2 സൈഡും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ.
Fourth question. A circle is to be drawn passing through the end of the line 5 centimeter long, and the angle on the circle on one side of the line should be 80 degree. What should be the radius of the circle? ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് 5 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ അല്ലെ. 5 സെന്റിമീറ്റർ നീളമുള്ള മലയാളത്തിനെ കുറിച്ച് നോക്കാം. 5 സെന്റിമീറ്റർ നീളമുള്ള ഒരു വരയുടെ അറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കണം. എന്നിട്ട് ഈ വരയുടെ ഒരു വശത്തുള്ള വൃത്തഭാഗത്തിലെ കോൺ 80 ഡിഗ്രി ആയിരിക്കും വേണം. എങ്കിൽ വൃത്തത്തിന്റെ ആരം. ചോദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട ബുദ്ധിമുട്ടുള്ള സെയിം പാറ്റേൺ തന്നെ ഒരു ലൈൻ വരയ്ക്കാണ്. അതിന്റെ ആദ്യം ഒരു ലൈനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യം ഈ ലൈനാണ് പറയുന്നത്. അത് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ സർക്കിൾ വരണം. പടം ഒന്ന് ശരിയാവാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് കേട്ടോ. എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ passing to the end of the line 5 centimeter. ഒരു ലൈൻ ആദ്യം വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് 5 സെന്റിമീറ്റർ. എന്നിട്ട് അതിന്റെ രണ്ടറ്റത്തിൽ കൂടെ പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കണം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് and the angle on the circle on one side of the line should be 80 degree. അത് എത്രയായിരിക്കണമെന്ന് 80 ഡിഗ്രി ആയിരിക്കണമെന്ന് നോക്കാം. ഇതിന്റെ ഈ വശത്തേക്കുള്ള ആംഗിള് സെൻട്രൽ ആംഗിൾ അല്ല പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എത്രയാണെന്ന് 80 ഡിഗ്രി. അപ്പൊ നമ്മുടെ സെൻട്രൽ ആംഗിളിന്റെ പകുതി നമുക്ക് കിട്ടി. നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ആംഗിൾ ആണ് സെൻട്രൽ ആംഗിളിന്റെ പകുതി. ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാ കണക്കിലും നമ്മൾ വരുന്നത് ഇതാണ് സെൻട്രൽ ആംഗിൾ, അതിന്റെ പകുതിയാണ് ഇത്. അതല്ലേ നമുക്ക് നമ്മുടെ ഇക്വേഷനില്. ഇനി എന്താണ് ലൈൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എന്താണ് വാട്ട് ഷുഡ് ബി ദ റേഡിയസ്? ആർ എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ആർ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ സൈഡ് തന്നിട്ടുണ്ട് കേട്ടോ. എ ബി തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2r into sin 2r into sin 80 ആണ് അല്ലെ. 2r into sin 80. c/2 എന്ന് പറയുന്നത് sin 80 ആണ്. അത് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് 5 സെന്റിമീറ്റർ ആണ്. കിട്ടിയില്ലേ? അപ്പോ അതിൽ നിന്ന് നമുക്ക് 2r ഈസ് ഈക്വൽ ടു sin 80 എത്രയാണെന്ന് നോക്കാം. sin 80 നമുക്ക് തന്നിട്ടുണ്ട്. sin 80 ഡിഗ്രി കേട്ടോ. അത് ടെക്സ്റ്റിന്റെ ബാക്കിൽ നോക്കുക. ഇവിടെ എത്രയാണ്? 9, 8, 4, 8 ആണ് കേട്ടോ. 9, 8, 4, 8 ആണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? 2r is equal to ഈ sin 80 ഇങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ 5 എത്രയാ വരുന്നത്? 5 sin 80. sin 80 സോറി 0 പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ എന്താ വരിക? എപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ സൈനുകൾ എത്രയാണ്? 0 തുടങ്ങി 1 വരെയാണ്. അപ്പൊ എന്തായാലും 0.1 വരെ 1ലേക്ക് എത്തില്ല. സൈൻ 90 ആണ് 1. അപ്പൊ ഇവിടെ 0 പോയിന്റ് ആണ്. 0.9848. 2r ആണ് ഇത്. പക്ഷെ നമ്മളോട് എന്താ പറയുന്നത്? ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നത് 5.077 ആണ്. 2r is equal to 5 ഡിവിഷൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ആദ്യം ഡെസിമൽ കളഞ്ഞ് ഇവിടെ 0 ഇട്ട് കൊടുക്കാം. അവിടെ 4 ഡെസിമൽ ഉണ്ട്, അതുകൊണ്ട് 4 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 2r കിട്ടി. ഇനി r is equal to എന്ന് പറയുമ്പോ എത്രയാ വരുന്നത്? അതിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യാം. 5.077 ഡിവൈഡഡ് ബൈ നമുക്ക് 2. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? 2.538. പിന്നെ പോവാണ് നമ്മൾ. അതുകൊണ്ട് ഡെസിമൽ ഒന്ന് ശരിയാക്കിയതാണ്. നമ്മള് എത്ര കിട്ടി? 2.538 കിട്ടി. അതിനെ വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ശരിയാക്കാം. 2.5 ഇത് ഇങ്ങോട്ട് വരുമ്പോ എത്രയാണ്? ഡെസിമൽ ഒന്നും കൂടി ശരിയാക്കുമ്പോ റേഡിയസ് കിട്ടും 2.54 ആക്കി നമുക്ക് എഴുതാം. കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആണ് 5th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം എന്താണ്? The picture below shows the part of the circle. ഒരു സർക്കിളിന്റെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. വൃത്തത്തിന്റെ ഭാഗമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതിന്റെ മുഴുവൻ വൃത്തങ്ങൾ വരച്ചിട്ട് അതിന്റെ ആരം സെയിം പ്രിൻസിപ്പിൾ തന്നെ അല്ലേ?
നമ്മുടെ ഫോർമുല. ഇവിടെ ഇതാണ് തന്നിരിക്കുന്നത്, പടം തന്നിരിക്കുന്നത് ഒരു സർക്കിൾ, സർക്കിളിന്റെ ഒരു കഷ്ണം കേട്ടോ. എന്നിട്ട് ഈ ലെങ്ത് തന്നിട്ടുണ്ട്, ഇതെത്രയാണ് 8 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനില് ഇറ്റ്സ് 140 ആണ് തന്നിട്ടുള്ളത്. എത്രയാണ് തന്നിട്ടുള്ളത്? പിക്ചർ ഷോസ് പാർട്ട് ഓഫ് ദ സർക്കിൾ ആണ്. എന്നിട്ട് നമ്മുടെ സർക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ കാണേണ്ടത്? അതിന്റെ റേഡിയസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. എളുപ്പമാണ് അത് കാണാനായിട്ട്. എന്താണ് അതിന്റെ റേഡിയസ് നോക്കാം. നമ്മള് ഈ സർക്കിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും അല്ലെ? ഇറ്റ്സ് നോട്ട് സെന്റർ അല്ല, ഡയമീറ്റർ അല്ല. അപ്പൊ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് സെന്ററിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഈ ആംഗിൾ ആണ് വേണ്ടത് അല്ലെ? സെന്റർ ആംഗിളിന്റെ പകുതി, ഇതിന്റെ സെന്റർ ആംഗിൾ അതിന്റെ പകുതി. അതല്ലെങ്കിൽ നമുക്ക് കാണാനുള്ള എളുപ്പവഴിയുണ്ട്. നമ്മൾ സെക്കൻഡ് സർക്കിൾസിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഇറ്റ്സ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 ആണ് വേണ്ടത്. അപ്പൊ ഇത് 140 ആണെങ്കിൽ ഇവിടെ എത്രയാണ് വരാ? 40 അല്ലെ? 180 140 കുറയ്ക്കാം. അപ്പൊ ഈ ആംഗിൾ കിട്ടി നമുക്ക് എത്രയാണെന്ന്? 40 ഡിഗ്രി എന്ന് കിട്ടി. മനസ്സിലായി? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിന്റെ റേഡിയസ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? നമുക്ക് സൈൻ കിട്ടണം. സൈൻ 40 കിട്ടണം. സൈൻ 40 എഴുതി വെക്കുക എല്ലാവരും. സൈൻ 40 0.64 ആണ്. 0.6428 ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? ഇതിന്റെ 40ന്റെ എതിരുള്ള വശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അപ്പോ 2r ഇൻറ്റു സൈൻ 40 എത്രയാണ്? 0.6428 അല്ലേ? അതിനെ ഡിവൈഡഡ് ബൈ എത്രയാ വരുന്നത്? സോറി, ഇത് ഈസിക്കൽ ടു ആണ്. നമുക്ക് ആദ്യം ഡിവിഷൻ വരുന്നതിന് മുമ്പ് ഈസിക്കൽ ടു ആണ്. ഇവിടെ എത്ര സെന്റിമീറ്റർ? 8 സെന്റിമീറ്റർ. 2r ഇൻറ്റു നമ്മുടെ ഇക്വേഷൻ എഴുതിയേക്കാട്ടോ. എന്താണ് ഫോർമുല? 2r ഇൻറ്റു സൈൻ c ബൈ 2. ദാറ്റ് ഈസ് സൈൻ സിയുടെ ബൈ 2 ആണ് 40 ഡിഗ്രി. ഈ 40 ഡിഗ്രിയുടെ സൈൻ കിട്ടി നമുക്ക് 0.6428 ആണ്. അതിനെ നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്തോ? 2r കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് 8 കിട്ടും. നമ്മളോട് ചോദ്യം ഇവിടെ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടണം? 2r ആദ്യം കണ്ടുപിടിക്കാം. 2r കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 8 ബൈ 0.6428 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി r ഈക്വൽ ടു കാണണമെങ്കിൽ നമ്മളോട് റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 8 ബൈ 0.6428നെ 2 ഇവിടെ അല്ലേ? ഈ 2r ഇങ്ങോട്ട് പോകുമ്പോൾ 2 ഇവിടേക്ക് വരുമ്പോ എന്തായി? ഡിവിഷൻ ആയി. അപ്പൊ നമുക്ക് കിട്ടും ഉത്തരം എത്ര കിട്ടുന്നത്? 6.22 ആണ് നമുക്ക് ഇത് ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ കണക്ക് ഇത് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ റേഡിയസ് മാത്രമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റേഡിയസ് നമുക്ക് റേഡിയസ് കിട്ടി കഴിഞ്ഞു. 6.22 കിട്ടി അല്ലെ? ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെട്ടിക്കളയാം. ഇവിടെ എത്രയാണ്? 4 ബൈ 0.6428 ഡിവൈഡ് ചെയ്യുമ്പോൾ 6.22 ആണ് റേഡിയസ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ ഈ കണക്കിവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്തത് നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി അതിലുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുത്തു തരാം. ഓക്കെ.